അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിമിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഇൻ യെല്ലോയാണ്. ബേബി ഇൻ യെല്ലോയിൽ നമ്മൾ നൈറ്റ് 1 ഒന്നും കളിക്കുന്നില്ല, കാരണം നൈറ്റ് 2 ആണ്. കാരണം നൈറ്റ് 1 ഈസി അല്ലേ, എൻ്റെ അടുത്താണെങ്കിൽ ജസ്റ്റ് നോർമലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ 2-ൽ വീട്ടിലാണ് എത്തുന്നത്. നൈറ്റ് 2-ൽ നമ്മളിങ്ങനെ ബോട്ടിൽ ഇനി എടുക്കാൻ പോകണം. ഓക്കെ, ബോട്ടിൽ. അയ്യോ അയ്യോ പേടിയാവുന്നു. അതവിടെ ഉണ്ട്. ഇനി ഓപ്പൺ ചെയ്യണ്ടേ? ക്ലോസ്. അയ്യോ ഗൈസ് പോയി. പൊട്ടിയെങ്കിൽ നമ്മൾ തീർന്നു കേട്ടാ. അയ്യോ പോയി ഗൈസ്. ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ കളിക്കല്ലേ ഗൈസ്. ഇനി നമുക്ക് ഇറങ്ങിപ്പോവാം. എവിടെ? ബേബി ഇവിടെ അതിപ്പെട്ടില്ലോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്നോ ഗൈസ്? ഇല്ലായിരിക്കും. നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അവൻ്റെ ഡൈപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അവനെ നമുക്ക് ചേഞ്ചിങ് ടേബിളൊന്ന് കയറ്റിയിരുത്താം. ഇവിടെ ഡൈപ്പർ തന്നെ നാപ്പി എന്ന് പറയുക. ഓക്കെ ഗൈസ്, നാപ്പിക്ക് എന്താ പവർ കിട്ടി? നാപ്പി എടാ എനിക്ക് ഇടണം നാപ്പി. അയ്യോ ഗൈസ് എന്തോ പണി പോയി ഗൈസ്. എവിടെ എവിടെ? ഗൈസ് എന്തൊക്കെയോ അടുക്കളയിൽ സൗണ്ട് കേൾക്കുന്നത്. നാപ്പി നാപ്പി അതായിരിക്കുന്നു. ഡാ കുട്ടി അവനെവിടാ? ഹലോ ഗൈസ്, സ്റ്റക്കായി ഗൈസ്, ഫുൾ സ്റ്റക്കായി. ഇതെന്താ ഇത് ഗൈസ്? കളിക്കാൻ പറ്റുന്നില്ല നമുക്ക്. ഇതിപ്പോൾ എന്ത് ചെയ്യും? നോക്കട്ടെ ഗൈസ്. ഫൈനലി നമ്മുടെ സ്റ്റക്കൊക്കെ മാറി. ഇനി ഞാൻ നാപ്പിയിൽ പഠിക്കണ്ടേ? നാപ്പി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ലേ? സ്റ്റേർക്കേസിന് മേലെ ഉണ്ടാവും. സ്റ്റേർക്കേസ് കയറാൻ ഒരു പേടി ഗൈസ്, കാരണം അതുകൊണ്ട് ഇവിടെ ആയിരുന്നോ? ഇതിലൊക്കെ ആണല്ലോ. നമുക്ക് ഡോർ അടച്ചതിനെ പിടിക്കാം. അടയ്ക്കടാ. അടച്ച്. എടോ അത് ഓടി ഗൈസ്. അത് ഭയങ്കര സൂപ്പർ പവറാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ എന്താ ഒന്നുമില്ലേ? ഞാൻ നാപ്പീനെ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഇടണം. വാഷിംഗ് മെഷീനിൽ കുറച്ച് നേരം കറങ്ങട്ടെ ഗൈസ്. ഇവിടെ എന്ത് സോഡ് ഉണ്ടല്ലോ. ഫ്രീ സോഡ്. നമുക്ക് അതെടുക്കാം. അതെടുത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. സ്ക്രീൻ ഗൈസ് അതാവുന്നില്ല, വാഷാവില്ല. ഓക്കെ, നമുക്ക് എടുത്തിട്ട് കുട്ടിക്ക് നാപ്പി ഇട്ട് കൊടുക്കുക. ബേബി പ്രശ്നം ഉണ്ടാക്കല്ലേ. അവിടെയല്ല, അതേപ്പട്ടിരിക്കും കുറച്ച് ദേഷ്യം. അയ്യോ ദേഷ്യത്തില്ല. ഇനി കൊണ്ട് തന്നെ അയ്യോ ഒന്നുമില്ല. കണ്ണ് നേരത്തെ കണ്ട ഗൈസ്. പിശാചേ സിനെ കൊണ്ടിടാം. പേടിയാവുന്നു ഗൈസ്. കൊണ്ടിടാം. കൊണ്ടിട്ടു. ഇനി നമുക്കൊരു പാവ ഇട്ട് കൊടുക്കാം. റാബിറ്റിൻ്റെ പാവയാണ്. റാബിറ്റ് ഇട്ടു. ഇനി നമുക്ക് കഥ ഇരുന്ന് വായിക്കാം. നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്ക്. When the rabbit came to visit, the prince said time to play. But his big red eyes, they scared her, and she didn't want to stay. Quickly towards the exit, the tiny rabbit hopped. The prince ran right behind her and screamed she must be stopped. ഗൈസ് ദേ ചെറുക്ക, ഞാൻ വായിച്ചിരുന്നതിൻ്റെ പരിധിയുണ്ട്. എന്നെ വെറുതെ ഭദ്രകാളി ആക്കരുത്. ഞാൻ നിന്നെക്കാളും മഹാപെശക. ഗൈസ് ഇത് വീണ്ടും എടുത്ത് വായിക്കണേ, എനിക്ക് പേടി. വായിച്ചറിഞ്ഞ് വേണമെങ്കിൽ ആണെങ്കിൽ കാണാം. അടിക്കരുത്. Through dark corridors he chased her. എങ്ങനെയുണ്ട്? സെറ്റല്ലേ ഗൈസ്? കൊച്ചുറങ്ങിയാൽ മതിയായിരുന്നു. ശല്യം ഉറങ്ങി. വൃത്തിയുടെ ശല്യം. ഇതിന് നടന്ന് ഇനിയെങ്കിലും സമാധാനം ഉണ്ടോന്ന്. സിനിമ ആണ്, നല്ല സിനിമ വല്ലതും കാണണം. ആരാ ഗൈസ്? ഇവരുടെ അച്ഛനമ്മയായ മതിയായിരുന്നു. തരാ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഞാൻ ചോദിച്ചാൽ കുട്ടിക്കുരങ്ങാണ്. ഇതെടുത്തുണ്ട്. അവിടെ വയ്ക്കണ്ടേ? അടുക്കള വെച്ചാലോ? അടുക്കള എൻ്റെ പൊന്നെ ഗൈസ്, നമ്മൾ നേരത്തെ അവിടെ വെച്ച് കൊടുത്ത പാവയാ ഗൈസ്. എവിടെ വയ്ക്കുക? ഇവിടെ വെച്ചാലോ? ഞാൻ അവിടെ പിശാച് അവിടെ ഉണ്ടെന്ന്. നേരെ ഇവിടെ വയ്ക്കാം. നമുക്കിനി ഇത്തിരി നേരം കടന്ന് ഇരുന്ന സിനിമ ഇത്. ഓക്കെ, ഉറങ്ങാം. അങ്ങനെ കഴിഞ്ഞു കേസ്. അപ്പം നമ്മുടെ ഈ നൈറ്റ് 2 കൂടെ കളിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പം നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ ഈ ഒരു ബേബീനെല്ലോ ഞാൻ പ്രതീക്ഷിക്കാതെ കളിച്ച ഗെയിമാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് 2 നമ്മൾ ആ ബേബീൻ്റെ അടുത്ത് പോയി നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ടോസ്റ്റ് ഉണ്ടാക്കാം. കൊച്ചിന് ടോസ്റ്റ് ഉണ്ടാക്കാം. ബ്രെഡ് ഇനി വയ്ക്കണ്ട, ഇനി എല്ലാം അങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കാം. എല്ലാം വെക്കാം ഗൈസ്. കാരണം ബേബീനെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ആണല്ലോ. നമ്മുടെ ഈ ചീസിയാണ് ഉണ്ടാക്കാൻ പറയുന്നത്. നമ്മൾ ചീസൊക്കെ ഒരെണ്ണം വെക്കുന്നുള്ളൂ. ബേബീനെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കഴിക്കണ്ടേ. അപ്പം നമ്മുടെ കിച്ചു ഇനി 2 വാക്ക് പറയട്ടെ. ഗായ്സ്, ഏട്ടൻ അങ്ങനെ പേടിയൊന്നുമില്ല. ബട്ട് ഏട്ടൻ എനിക്ക് ഹോറർ കളിക്കാൻ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഏട്ടൻ ഹോറർ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് അറിയാം, അല്ല എനിക്കിഷ്ടമാണ് ഗൈസ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ ശരി നിൽക്ക്. അപ്പം നമ്മളിങ്ങനെ പുതപ്പിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കളിക്കുമ്പോഴാണ് ആ സുഖം. പക്ഷെ കിച്ചുവിന് പുറത്ത് ഇരുന്ന് കളിക്കാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ രാത്രി ഞങ്ങൾ പൊട്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ബേബിക്ക് എന്തെങ്കിലും പറ്റിയൊന്നും പേടി. അന്നൊരു പാല് എടുത്തിട്ട് കൊടുക്കാം. ഇതെന്താ കൊച്ചു ശരിയാടത് ഫീസറാ ഗൈസ്. നമ്മളെ പാല് ഗൈസ്, അത് ഒരു ജയിലിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഗൈസ്. അത് ഫുള്ള് ബേസാ ഗൈസ്. പണിപാളി. ഏത് വഴി കൂടെ പോയാലും എടാ നമ്മൾ പെട്ട് 100% പെട്ടു. ഈ സ്ഥലത്ത് ഇത്തിരി ടഫാണ്. ശരി ഗൈസ്, ഭയങ്കര ടഫാണിത്. നമുക്ക് ഈ വഴി പോയി നോക്കിയാൽ. ഹലോ കെട്ടിപ്പാല്. ഇനി നമുക്കിറങ്ങാം. ഏത് വഴി കൂടെ പോയാലും നമുക്ക് ഡോർ ഇനി തപ്പാം. കിച്ചു ഇനി ഒരു കാര്യം കൂടെ പറയും. ആ പാൽക്കുപ്പി എന്ത് കുറ്റം ചെയ്തിട്ട് അതിനെടുത്ത് ജയിലിട്ടെ. പിള്ളേത്തിരി കലിപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഡൈപ്പർ ഒന്ന് മാറ്റാം. അവിടെ ഇരുത്താം. അപ്പം നമ്മുടെ നാപ്പി എടുത്ത് ബേബിക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണി പോകാം. കൊല്ലും ഞാൻ. കുട്ടി നോക്ക് ഗേൾസ്, പണി ഗേൾസ്. അതാ ഗേൾസ്, നമുക്ക് പോയി അത് ബ്രേക്ക് ദ ഗ്ലാസ് ആൻഡ് ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് അപ്സ്റ്റേഴ്സ് ഗൈസ്. അപ്പം അവരുടെ പാൻസ് എത്തുന്ന എനിക്ക് തോന്നുന്നത് ലോക്ക്. ഇത് ഓപ്പൺ ഓക്കെ. ഒന്ന് പോളാ ഇതെടുക്കാം. ബ്രേക്ക്. കൊച്ചി നമുക്ക് ബേബിക്ക് വെച്ച് കൊടുക്കാം. ബേബി ഫൈനലി നമ്മൾ ചെയ്തിരിക്കുക. പേടിച്ചോയേ ഗൈസ്. തുടങ്ങി പേടി ഗൈസ്. ഇതെന്തേ മുന്നിലോട്ട് നടന്നു നോക്കാം. ഹായ് ബേബി ഗൈസ്. നമുക്ക് ഈ ബേബിക്ക് എന്താ പേരിടുക? ലുട്ടു എന്നിട്ടാലോ? ലുട്ടുമോൻ, ലുട്ടൂസ് അങ്ങനെ വരാം. അപ്പം നമ്മുടെ ലുട്ടുമോൻ ലുട്ടു അടങ്ങി കിടക്കടവിടെ. ഡോറൊക്കെ അടഞ്ഞു ഗൈസ്. ഇറ്റ്സ് നോട്ട് സ്റ്റോറി ടൈം യെറ്റ്. ഓക്കെ, എന്തായിരുന്നു പുട്ട് ദ കറക്റ്റ് പ്ലുഷി ഓൺ ദ ക്വസ്റ്റ്യൻ. നമുക്കിതിടാം. ഇതല്ലേ? ഓ അല്ല, ഷീപ്പിൻ്റെ ഇട്ട് കൊടുക്കണ്ടേ? നമ്മൾ ഷീപ്പിൻ്റെ സ്റ്റോറിയായ മാക്സിമം വായിക്കാൻ പോകുന്നത്. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആണ്, വായിക്കാം. It was cold throughout the palace. The moon shone bright outside. The wind, it blew and blew. Oh no! The curtains flew open wide. The little prince was in his bed and couldn't get to sleep. So he called out for his mother, "Please go and find my sheep." "I'm thirsty," said the prince. So the sheep fetched a drink. "I'm dirty," said the prince. So the sheep changed his clothes. "I'm tired,"
said the prince. Let me count you. 1, 2, 3. Just one more thing, said the prince. Before I drift to sleep. He opened up his big red eyes and turned to face the sheep. Come join me in my dreams. Stay forever in my head. Obediently, the sheep stepped forth. Its mind consumed by dread. ഗൈസ് എൻ്റെ കുഞ്ഞ് സൗണ്ട് എഫക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അതായത് ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി ബുക്ക് ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാനും സായിരുന്നാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു കൊടുക്കുക. മറ്റൊരു ബന്ധം വരാം. ബൈ ബൈ ബൈ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.